व्यूअर्स, वेलकम टू साइलम हिंदी क्लास में सभी को स्वागत है। എല്ലാവർക്കും ഹിന്ദിയിൽ അല്പം ബുദ്ധിമുട്ടാണ് അല്ലെ? ചില പാരന്റ്സ് പറയാറുണ്ട് ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തീരെ അറിയില്ല. ചില കുട്ടികൾ പറയും എനിക്ക് ഹിന്ദി വായിക്കാനേ അറിയില്ല. ഹൈസ്കൂളിൽ വരെ പഠിക്കുന്ന കുട്ടികളെ കാര്യമായിട്ട് ഈ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ അറിയാതെ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഹിന്ദിയിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നേടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് ഭാഷയാണെങ്കിലും ആ അക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റില്ല അല്ലെ? ആ അക്ഷരങ്ങളും ആ വാക്കുകളും അറിയില്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം അക്ഷരമാണ് ഒരു ഭാഷയുടെ തുടക്കം. അപ്പൊ നമുക്ക് അക്ഷരങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഈ അക്ഷരമാലയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയാന്നറിയാമോ? ആദ്യം നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് പഠിക്കാം. ആദ്യം നമ്മൾ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അക്ഷരത്തിന് ഹിന്ദിയിൽ നമ്മൾ അക്ഷർ എന്ന് തന്നെ പറയും. ഇനി അക്ഷരമാല എന്നതിന് എന്ത് പറയും? വർണ്ണമാല. അപ്പൊ വർണ്ണം എന്ന് നമ്മൾ മലയാളത്തിലും പ്രയോഗിക്കുന്ന വാക്കാണ്. വർണ്ണമാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാലയെ പോലെ സുന്ദരമായ ഒരുപാട് അക്ഷരങ്ങളെ കോർത്തു വെച്ചതാണ്. അപ്പൊ നമുക്ക് ഈ അക്ഷരങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ നോക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാം. സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചരിക്കാൻ വളരെ കുറച്ച് അല്ലെ സമയവും മതി. അതുപോലെ തന്നെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള ആ ഒരു നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇല്ലേ, അതും വളരെ കുറച്ച് മതി. നോക്കൂ, ആ കണ്ടോ? മറ്റേതാണെങ്കിലോ ഖ ഖ എന്നൊക്കെ പറയണം. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ആ ആ ഇ ഈ. ഇപ്പൊ നമുക്ക് വേദന വരുമ്പോ നമുക്ക് വേഗം വരെ കുറെ സ്വരാക്ഷരങ്ങളല്ലേ നമ്മളെ മനസ്സിലേക്ക് വരാ. ആ ഊ എന്നൊക്കെ നമ്മൾ പറയാ. അതെന്താണ്? അതിനധികം ഇത് കൊടുക്കേണ്ട, ശക്തി വേണ്ട. നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഉച്ചരിക്കാൻ സാധിക്കും. അത് നമ്മൾ ഉച്ചരിച്ച് നോക്കൂ. ആ ഈ ഊ അല്ലെ? മറ്റേതാണെങ്കിൽ നമ്മുടെ നാവ് ചിലതൊക്കെ മുകളിൽ തട്ടും, ചിലത് തൊണ്ടയിൽ നിന്ന് വരണം. അങ്ങനെ ശബ്ദങ്ങളുടെ ഉച്ചാരണത്തിൽ തന്നെ പല വ്യത്യാസമുണ്ട്. അപ്പൊ സ്വരാക്ഷരങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ മലയാളത്തിൽ പഠിച്ച പോലെ തന്നെ ആ ആ ഇ ഈ അല്ലെ? ഒന്ന് വായിച്ചു നോക്കൂ. ആ ആ ഇ ഈ ഉ ഊ ഹൃ എ ഐ ഓ ഔ. ഇനി മിസ് ഒരു കാര്യം പറയട്ടെ. ഈ എ കഴിഞ്ഞിട്ട് നമ്മൾ എ എന്ന് വായിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ വായിക്കരുത്, അത് തെറ്റാണ്. എ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഐ ആണ്. നമ്മളെ ഹിന്ദിയിൽ എ എന്ന വാക്കില്ല. മലയാളത്തിൽ നമ്മൾ എ എന്ന അക്ഷരം പറയുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് പറയുന്നു. ഹിന്ദിയിൽ നമുക്കിതില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്താണ്? ഐ എന്ന അക്ഷരമാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഹിന്ദിയിൽ എ എന്ന് വായിച്ചുകൂടാ, ഇത് ഐ ആണ്. ഇനി അടുത്തതോ ഓ, അത് കഴിഞ്ഞ് ഔ, അത് കഴിഞ്ഞിട്ട് അം അ. ഇത്രയേ ഉള്ളൂ സ്വരാക്ഷരം. അപ്പൊ നമുക്ക് മലയാളത്തിലും ഇത് തന്നെയാണ് അല്ലെ? അക്ഷരമാലയിൽ നമ്മൾ പഠിക്കുന്നതും ഉച്ചരിക്കുന്നതും ഒക്കെ. പക്ഷെ ഹിന്ദിയും അക്ഷരവും അല്ല മലയാളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് പഠിച്ചെടുക്കേണ്ടത്? മലയാളത്തിൽ നമ്മൾ പറയുന്ന ആ ഏതാ? ഹിന്ദിയിൽ പറയുന്ന ആ അതെങ്ങനെ എഴുതും? അതിലാണല്ലോ വ്യത്യാസം. അപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നു ആ. ഇനി ഹിന്ദിയിലാണെങ്കിലോ ഇങ്ങനെ നമ്മളൊരു 3 എന്ന് എഴുതുന്ന പോലെ എഴുതിയിട്ട് ഇവിടുന്ന് കണ്ടോ ഒരു വര ഇവിടെ വെക്കുന്നു, മുകളിൽ വരയ്ക്കുന്നു ആ. ഇനി ആ എഴുതണമെങ്കിലോ ഇതേ ആ തന്നെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു ദീർഘം. ഇതാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഈ ദീർഘമില്ല മക്കളെ, ഇതാണ് നമ്മൾ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത് ആ എന്ന ചിഹ്നം. അപ്പൊ നമ്മൾ എന്ത് ഉച്ചരിക്കുന്നു? ആ. ഇവിടെ എന്താ ഉച്ചരിക്കുന്നത്? ആ എന്ന് ഉച്ചരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ എങ്ങനെ എഴുതുന്നത്? ഈ അത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഈ എന്നാ വേണ്ടത്. അതിന് മുകളിൽ ഒരു ചിഹ്നം അല്ലെ? അപ്പൊ ഇത് ഈ എന്നായി. ഇനി ഇവിടെയോ ഇത് വെരി സിമ്പിളാ അല്ലെ? ഊ. അടുത്തതോ ഊ. കണ്ടോ? ഈ ഒരു ചിഹ്നം വരുന്നതോടുകൂടി ഇത് ഊ എന്നാകുന്നു. ഇനി അടുത്തതാണ് കുറച്ചൊരു തല ചുറ്റി മൂക്ക് പിടിക്കേണ്ട സാധനം. ഏതാണത്?
അതാണ് ഹൃ എന്ന അക്ഷരം. ഇത് നമുക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ മിസ് ഒരു മാർഗം പറഞ്ഞു തരാം. നമ്മൾ കെ എഴുതൂല ഇംഗ്ലീഷിൽ കെ എങ്ങോട്ട് എഴുതാ? ഇങ്ങനെ എഴുതും. അതിനെ നമുക്കൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ, മനസ്സിലായോ? നമ്മൾ കെ എന്ന അക്ഷരത്തെ ഒന്ന് തിരിച്ചെഴുതുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ ഇട്ടാൽ എന്തായി? ഹൃ എന്ന അക്ഷരമായി. ഇത് നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതുന്നേ അറിയോ? ഹൃഷി, ഹൃദു എന്നൊക്കെ ഈ അക്ഷരം വെച്ചിട്ട് വാക്കുണ്ട്. ഇനി എ സിമ്പിൾ ആണല്ലേ മക്കളെ? എ കണ്ടോ? മലയാളത്തിലാണെങ്കിൽ നമ്മൾ എ എന്ന് എഴുതുന്നു. ഇനി ഐ എന്റെ മുകളിൽ ഒരു എന്റെ ചിഹ്നം. എ എന്നതിനെ ചിഹ്നമാക്കിയതാണ് ഈ കാണുന്ന ഈ വര. നമ്മളിങ്ങനെ എന്റെ മുകളിൽ ഇട്ട ഇതില്ലേ, ഇതെന്താണ്? എ എന്ന ചിഹ്നമാണ്. അപ്പൊ എ എന്ന ചിഹ്നത്തിന് ഇപ്പൊ നമ്മൾ എ എന്ന് മലയാളത്തിൽ എഴുതി. ഇവിടെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന എന്റെ ചിഹ്നം ഉപയോഗിച്ചു. അപ്പൊ ഇതെന്താ നമ്മൾ വായിക്കുന്നത്? ഐ അല്ലെ? അപ്പൊ ഇവിടെ ഹിന്ദിയിലും ഒരു എ എഴുതിയിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു എന്റെ ചിഹ്നമുണ്ട്. അപ്പൊ ഇവിടെ എന്തായി? ഐ എന്ന ഉച്ചാരണം വന്നു. ഇനി ഇത് മലയാളത്തിലുള്ളതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഓ എന്ന് ഇങ്ങനെ എഴുതും അല്ലെ? ഇവിടെ ആ എന്ന അക്ഷരത്തിനോടൊപ്പം ആ എന്ന ദീർഘത്തിന്റെ ശബ്ദവും ചിഹ്നവും അതിനോടൊപ്പം ഏന്റെ ചിഹ്നവും. അപ്പൊ നമ്മൾ മലയാളത്തില് കോ എന്ന് എഴുതാണെങ്കിൽ ഈ രണ്ട് ചിഹ്നവും വരും അല്ലെ? കോ എന്ന് എഴുതി നോക്കാം. ഏന്റെ ചിഹ്നം ഇട്ടു, കാ ഇട്ടു, ആന്റെ ചിഹ്നം ഇട്ടു, അപ്പൊ കോ വന്നു. ഇനിയോ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഓ എന്ന് എഴുതാൻ ആ എന്ന അക്ഷരം എഴുതി, അതിനുശേഷം ആ എന്ന ചിഹ്നം എഴുതി, അതിനുശേഷം എ എന്ന ചിഹ്നവും കൊടുത്തു. റെഡിയായോ? അപ്പൊ ഓ എന്ന ശബ്ദം കിട്ടി. ഇനി നമ്മൾ ഔ എന്ന് എഴുതുന്നതും ഓ എഴുതുന്ന പോലെ തന്നെ എഴുതുന്നു. എന്നിട്ടോ ഏന്റെ ചിഹ്നം രണ്ട് വരയ്ക്ക് ഇതിന് മുകളിലായിട്ട് ഈ ആ എന്ന ചിഹ്നത്തിന് മുകളിൽ ഐ എന്ന ഏയുടെ രണ്ട് ചിഹ്നങ്ങൾ കൂടി എഴുതുന്നു. അതോടുകൂടെ ഇതെന്താവുന്നു? ഔ. ഇനി ഇതിനെ നമ്മൾ കാന്റെ മുകളിൽ എഴുതാണേ. കാ എന്നതിന് ഈ ഔ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ അതെന്തായി മാറും? ഖൗ. പിന്നെ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയാണ് നമുക്ക് സ്വരാക്ഷരങ്ങൾ ഉള്ളത്. അപ്പൊ ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങൾ നന്നായി പഠിക്കുന്നു. ഇത് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് വീണ്ടും ഡെയിലി ഒരു 3 times എങ്കിലും നിങ്ങൾ ഇത് എഴുതി നോക്കണം. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഹിന്ദി ഒരു പ്രയാസമായി തോന്നില്ല. ആദ്യം നമ്മൾ അക്ഷരങ്ങളെ അങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് അതിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുന്നു.